നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ. വാസ്കോ ഡി ഗാമക്കെതിരെ മിന്നും പ്രകടനം നടത്തി ഇരട്ട ഗോളുകൾ നേടി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ആ മാന്ത്രിക പ്രകടനത്തിന് ശേഷം ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ പറയുകയാണ്, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം സമർപ്പിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ലെവലിലേക്ക് എത്താൻ. ഇപ്പോൾ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡേ ബൈ ഡേ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ സ്വയം ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ഷേപ്പിലെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈവൻ ദോ ഐ ഫീൽ ഗുഡ്, ഇതെൻ്റെ മൂന്നാമത്തെ മാത്രം മത്സരമാണ് പരിക്കിന് ശേഷം എന്നും കൂടി നിങ്ങൾ ഓർക്കുക. അതിൽ തന്നെ രണ്ടാമത്തെ മാത്രം 90 മിനിറ്റ് ഫുള്ളായിട്ട് കളിച്ച കളി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എല്ലാം കൊടുത്ത് ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ കളി നോക്കുക, അത് റിയലി ടഫായിട്ടുള്ളൊരു കളിയായിരുന്നു, ഞാനത് സമ്മതിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ ചുറ്റും ഫാൻസ് മികച്ചൊരു വിജയം വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ, പക്ഷേ ഞങ്ങൾ 3 പോയിൻ്റ് സ്വന്തമാക്കി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ളതല്ല, നമ്മൾ വിജയിച്ചു, നമ്മൾ സ്ട്രഗിൾ ചെയ്തു ഫൈനൽ മിനിറ്റ്സിൽ, അതൊക്കെ ശരിയാണ്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദി 3 പോയിൻറ്റ്സ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നുണ്ട്. സാൻഡോസ് നെയ്മർ ഇല്ലാതെ സീരിയയിൽ ഇതുവരെ കളിച്ച കളികളൊന്നും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. നെയ്മർ വന്നതോടുകൂടി ഈ സീസണിൽ അവരുടെ സീരിയയിലെ ആദ്യ വിജയം അവർ സ്വന്തമാക്കി. റെലഗേഷൻ സോണിൽ നിന്ന് ടീം മുന്നോട്ട് കയറി. സോ നെയ്മറിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷ. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ ആരാധകരും പ്രതീക്ഷിക്കുകയാണ്. നെയ്മർ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് അദ്ദേഹം എത്തുകയാണെങ്കിൽ വേൾഡ് കപ്പിൽ നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം. അപ്പോൾ അദ്ദേഹം അവിടെ മിന്നും പ്രകടനം നടത്തുമെന്ന് കരുതാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.